അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം. മാസങ്ങൾ നീണ്ട വിവാദ കൊടുങ്കാറ്റിനൊടുവിൽ വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കി ഉത്തരവിറങ്ങി. മതേതരത്വത്തെ എങ്ങനെ വ്യഭിചരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും മുഖത്തേറ്റ അടിയാണിതെന്ന് തുറന്നടിച്ച് ഫാദർ ബിബിൽ മടത്തിലച്ചന്റെ FB പോസ്റ്റ്. നീ എമ്പുരാനെ വിളിച്ചു, ഞങ്ങൾ തമ്പുരാനിയും എന്ന പത്തരമാറ്റി ഹൈലൈറ്റ് പോസ്റ്റോടെ വഖഫ് വിഷയത്തിൽ ആദ്യ അവസാനം വരെ ചങ്കൂറ്റത്തോടെ പ്രതികരിച്ച ജോഷി മയ്യാറ്റിലച്ചന്റെ വാക്കുകളും. സ്വതന്ത്ര ഇന്ത്യയിലെ മതേതര ചരിത്ര പുസ്തകത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട ഒരു തീയതിയാണ്. കടുത്ത രാഷ്ട്രീയ പോരിനൊടുവിൽ അവസാനം വഖഫ് ബിൽ ലോകസഭയും കടന്നു. 14 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിരയിലെ 232 പേർക്കെതിരെ 288 പേരുടെ വൻ പിന്തുണയോടെ ബിൽ പാസായി. രാജ്യസഭയിൽ ഇന്ന് ബിൽ അവതരിപ്പിക്കും. രാജ്യസഭയും കടക്കുന്നതോടെ ബില്ലിന്ന് നിയമമാകും. നിയമം പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വഖഫ് ബിൽ പാർലമെന്റിൽ പാസ്സാക്കിയതോടെ കേരള വഖഫ് പ്രമേയം ഇനി അറബിക്കടലിലെന്ന് ചങ്കുറ്റത്തോടെ വിളിച്ചു പറഞ്ഞ സുരേഷ് ഗോപിക്കും ബിഗ് സല്യൂട്ട്. സാധാരണക്കാരന്റെ കിടപ്പാടം സംരക്ഷിക്കുവാനുള്ള നിയമത്തെ കേരളത്തിൽ നിന്നും പിന്തുണച്ചത് ഒരു MP മാത്രം. വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം വിജയിപ്പിച്ച ബാക്കി 19 പേരും ജനങ്ങളെ വഞ്ചിച്ചു. മെത്രാമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കേരള MP-മാരുടെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മൂട് താങ്ങി നടക്കുന്ന ഈ ജനപ്രതിനിധികളെ ഇനി ജനം വിലയിരുത്തുവാൻ പോകുന്ന നാളുകളാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇവിടെ വിഷയത്തിൽ കേരള ഭരണ പ്രതിപക്ഷങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ബിബിൽ മടത്തിലച്ചന്റെ പോസ്റ്റ് വൈറലാവുകയാണ്. വഖഫ് ഭേദഗതി ഇന്ന് ലോകസഭ പാസാക്കി. അതിന് പിന്തുണ നൽകിയ BJPക്കും സഖ്യകക്ഷികൾക്കും നന്ദി. മുനമ്പങ്ങൾ ഇനിയും ആവർത്തിക്കില്ലെന്നും തീർത്തും മതേതര വിരുദ്ധമായ വഖഫ് നിയമത്തിന്റെ പേരിൽ ഇതുവരെ നടന്ന അതിക്രമങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഭേദഗതിയെ പൂർണ്ണമായും എതിർത്ത കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെയുള്ള പാർട്ടികളോടും കടപ്പാടുണ്ട്. മതേതരത്വത്തെ എങ്ങനെ വ്യഭിചരിക്കാമെന്ന് ഓരോ തവണയും നിങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 2013 ഉൾപ്പെടെ പലപ്പോഴായി നിങ്ങൾ തന്നെ അധികാരത്തിലിരുന്നപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയും തൽഫലമായി ഉണ്ടായ സമാധാനക്കേടുകളും ഞങ്ങളും കണ്ടതാണ്. അന്ന് നിങ്ങൾക്ക് തോന്നാതിരുന്ന മതേതരത്വ ചിന്തകൾ ഇന്ന് നിങ്ങൾ പൊക്കി കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് തോന്നേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ് അത്രേ നിങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്. ഏത് ന്യൂനപക്ഷങ്ങളുടെ കോൺഗ്രസ്സുകാർ അവസാനമായി കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴും ഇതുപോലെ ഇരിച്ചെവി അറിയാതെ ഉണ്ടാക്കിയെടുത്ത അവകാശമായിരുന്ന 80:20 എന്ന കാര്യം ഞാൻ വെറുതെ ഓർത്തു പോകുന്നു. അങ്ങനെ ഇരിച്ചെവി അറിയാതെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെരുമ്പറ കൊട്ടി അവയൊക്കെ വീണ്ടും തിരുത്തേണ്ടി വരുന്നത്. ഇനി ഈ അവസരത്തിൽ ചർച്ച് ബില്ലും മണിപ്പൂരും വടക്കേ ഇന്ത്യയും ഒക്കെ ഓർമ്മിപ്പിക്കുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ചിലരുണ്ട്. അവരോടുകൂടി 2 വാക്ക്. ചർച്ച് ബില്ലിലെ പുലി ഇപ്പോഴും കടലാസിലാണ്. കവലയിൽ ഓടി നടക്കുന്ന നരഭോജി കടുവയെ ഇപ്പോൾ പിടിക്കട്ടെ. കടലാസിലെ പുലിയെ പിന്നെ നമുക്ക് പിടിക്കാം. പിന്നെ മണിപ്പൂരിൽ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾക്കൊന്നും ഒരു ദുഃഖവുമില്ല എന്നും നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന് പിന്നിൽ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഞങ്ങൾക്കറിയാം. മണിപ്പൂരും വടക്കേ ഇന്ത്യയും പറഞ്ഞാൽ മുനമ്പം ഞങ്ങൾ മറക്കണമായിരിക്കുമല്ലേ. ഒരു കാര്യം പറഞ്ഞു നിർത്താം. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഘോരഘോരം വിപ്ലവകാവ്യങ്ങൾ എഴുതുന്നവരും പാവപ്പെട്ടവനോടൊപ്പം എന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നവരൊക്കെ മുനമ്പത്ത് എവിടെയായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അത് മറക്കാതിരിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. വന്ദേ മാതരം.